നമ്മുടെ മക്കളിൽ ഒരാൾക്ക് സന്തോഷവും ഒരാൾക്ക് സങ്കടവും. പിന്നെ എങ്ങനെ നമ്മൾക്ക് മനസ്സിന് സമാധാനം കിട്ടും? ശ്യാമളയും അശോകനും രാത്രി ഏറെ വൈകിയെങ്കിലും ഉറങ്ങാതെ കിടക്കുകയാണ്. എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല ശ്യാമളെ. അവനൊരു പക്കാ ഫ്രോഡാണെന്ന് തോന്നുന്നു. ദീപമോള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അവൾ ആ നശിച്ചവന്റെ കൂടെയല്ലേ? എന്നാലും എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അവൻ ഇത്തരക്കാരനാണോടി? ആ, എനിക്കൊന്നും അറിയില്ല. ഒന്നുമില്ലാതെയാണോ എൻ്റെ മോള് സ്വയം ജീവനെടുക്കാൻ നോക്കിയത്? അത്രയ്ക്ക് മനസ്സിൽ തട്ടിയിട്ടാണ് അവള്. പോട്ടെ, ആ കാർത്തികിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ ഒന്ന് വാച്ച് ചെയ്യാൻ. അവനെല്ലാം കണ്ടുപിടിച്ച് തരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നിട്ട് വേണം എൻ്റെ മോളുടെ ജീവിതം നശിപ്പിച്ച ആ ചെറ്റയെ എനിക്കൊന്ന് കാണാൻ. എല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ വിധി, അല്ലാണ്ടെന്ത്? ഈ ജാതകവും ജ്യോതിഷവും ഒന്നും സത്യമല്ല. 10ൽ 10 പൊരുത്തം എന്ന് പറഞ്ഞ് കെട്ടിച്ചയച്ചതാണ്. എല്ലാം കള്ളമല്ലേ? ശ്യാമളയുടെ ചോദ്യത്തിന് അശോകന്റെ മുന്നിൽ ഉത്തരമില്ലായിരുന്നു. ഒരു കണക്കിന് തൻ്റെ ഭാര്യ പറഞ്ഞത് സത്യമാണെന്ന് അയാൾക്കും തോന്നി. എന്നിരുന്നാലും അവനെയും അവളെയും താൻ പൊക്കും, ഉറപ്പ്. ബ്രഷ് ചെയ്തപ്പോൾ 2-3 തവണ ലക്ഷ്മി ഓക്കാനിച്ചു. ഈ പേസ്റ്റ് മാറ്റണം. എനിക്ക് ഈ ടേസ്റ്റ് ഇപ്പം പിടിക്കുന്നില്ല കേട്ടോ. ഇത് ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. വെറുവെറുത്തുകൊണ്ട് വൈശാഖൻ കുളിക്കാൻ കയറി. കാലത്തെ എഴുന്നേറ്റ് ലക്ഷ്മിയും വൈശാഖനും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ്. നൂല് ജപിച്ചു കെട്ടാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ് സുമിത്ര രണ്ടാളെയും കൂടി. ലക്ഷ്മി ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണെന്നും വൈശാഖന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ തന്നെ അവനും പോകാമെന്ന് തീരുമാനിച്ചത്. ക്ഷേത്രത്തിൽ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ പുഷ്പാഞ്ജലിയും മേടിച്ചുകൊണ്ട് അവർ രണ്ടാളും വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും സുമിത്ര ദോശയും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിരുന്നു. കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വൈശാഖന്റെ ഫോൺ ശബ്ദിച്ചത്. ഹലോ വൈശാഖേട്ടാ, ആളെ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ജംഗ്ഷനിലെത്താമോ? കാർത്തിക് പറഞ്ഞത് കേട്ടതും വൈശാഖൻ ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റു. നീ എങ്ങോട്ടാ മോനെ? അവന്റെ വെപ്രാളം കണ്ടതും സുമിത്ര ഓടി അരികിലേക്ക് ചെന്നു. ഒന്നുമില്ല അമ്മേ, ഞാൻ പെട്ടെന്ന് വരാം. അവൻ ബൈക്ക് ഓടിച്ചു പോയി. ഏട്ടൻ എവിടേക്കാണ് അമ്മേ ഇത്രയും കാലത്ത് ഇറങ്ങിയത്? ഒന്നും പറഞ്ഞില്ലല്ലോ മോളെ. ആരെയോ കാണണം എന്ന് പറഞ്ഞു പോയതാ. അവൾ അലക്ഷ്യമായി മൂളി. ഏട്ടൻ എന്തൊക്കെയോ തങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായി അവൾക്ക് തോന്നി. ഇന്നലെ പോറ്റി സാറിനെ കാണാൻ പോയതാണെന്ന് ഏട്ടൻ കളവ് പറഞ്ഞതാണ്. ആ, വരട്ടെ, ചോദിച്ചു നോക്കാം. അവൾ ഫോണെടുത്ത് ദീപയെ വിളിച്ചു. ഹലോ ചേച്ചി, എന്തെടുക്കുകയാണ്? ആ മോളെ, ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു. നിനക്ക് ക്ഷീണം എന്തേലും ഉണ്ടോ? കുഴപ്പമില്ല ചേച്ചി. രാജീവേട്ടൻ എവിടെ? ഏട്ടൻ ഇവിടെയുണ്ട്. ഇന്ന് ലീവാണെന്ന് തോന്നുന്നു മോളെ. ചേച്ചിയോട് മിണ്ടിയോ? അതോ? അത്രയ്ക്കൊന്നും ഉണ്ടായില്ല, എന്നാലും വഴക്കൊന്നും ഉണ്ടായില്ല. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ? ചേച്ചി നമ്മുടെ വീട്ടിലോട്ട് പോകൂ. അച്ഛനും അമ്മയും അവിടെ ഇല്ലേ? രാജീവേട്ടനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും ഇരിക്കാൻ എനിക്ക് സാധിക്കില്ല മോളെ. എന്നോട് എത്ര അകൽച്ച കാണിച്ചാലും വെറുപ്പ് കാണിച്ചാലും ആ മനുഷ്യനെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല മോളെ. അത് പറയുമ്പോൾ അവൾ കരയുകയാണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായി. ദീപേച്ചി, ലക്ഷ്മി വിളിച്ചു. ചേച്ചിയുടെ മനസ്സ് എനിക്കറിയാം. ഞാനും ഒരു ഭാര്യയാണ്. പക്ഷേ ഏട്ടന് തിരിച്ച് ചേച്ചിയോടും അങ്ങനെ തോന്നേണ്ടേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. ഒക്കെ ശരിയാകും മോളെ, ചേച്ചിക്ക് ഉറപ്പുണ്ട്. പ്രതീക്ഷ കൈവിടാതെ അവൾ പറഞ്ഞു. ഞാനും എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം എത്രയും പെട്ടെന്ന് ഓക്കെ ആകും ചേച്ചി. നിനക്കിനി എന്നാണ് മോളെ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? എനിക്ക് 1 മാസത്തേക്കുള്ള ഗുളികയാണ് തന്നിരിക്കുന്നത്. അത് തീർന്നിട്ട് പോയാൽ മതി. എൻ്റെ മോളെ, നീ നന്നായി സൂക്ഷിക്കണം കേട്ടോ. ഓ ചേച്ചി. ചേച്ചി ഇനി സങ്കടപ്പെടരുത്. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. ഏയ് ഇല്ല മോളെ, ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അതിലിന്ന് പശ്ചാത്തപിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് ഓർത്താൽ മതി. എല്ലാം ശരിയാകും ചേച്ചി. കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നിട്ട് ലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു. എക്സാം അടുക്കാറായതുകൊണ്ട് ലക്ഷ്മി ബുക്സൊക്കെ വായിച്ചു പഠിക്കുകയാണ്. ഇടയ്ക്ക് സുമിത്ര അവളുടെ അടുത്തേക്ക് കയറി വന്നു. മോളെ, എന്താ അമ്മേ? ഒരുപാട് സമയം ഇങ്ങനെ ഇരുന്ന് പഠിക്കരുത് കേട്ടോ. നടുവിന് വേദനയെടുക്കും. ശരി അമ്മേ. 5-ാം മാസം മുതൽ നമുക്ക് ഇത്തിരി കൊട്ടൻ ചുക്കാതിയൊക്കെ നടുവിന് തടവി കൊടുക്കാം. അപ്പോൾ ആശ്വാസം കിട്ടും. അമ്മേ, ഞാൻ അമ്മയോട് ഒരു കാര്യം പറയണം എന്നോർത്ത് ഇരിക്കുകയായിരുന്നു. അവൾ ദീപയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞു. എൻ്റെ മഹാദേവ, ഞാനിത് എന്തൊക്കെയാണ് കേൾക്കുന്നത്? പാവം കുട്ടി. അതെ അമ്മേ, ഇനി എന്തു ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു ഊഹവുമില്ല. മോളെ, വിഷമിക്കേണ്ട. എല്ലാം പെട്ടെന്ന് ശരിയാകും. ഗുരുവായൂരപ്പന് ഒരു കൃഷ്ണനാട്ടം നേർന്നാൽ മതി, തടസ്സങ്ങളൊക്കെ മാറും. ഓ, ഒന്നും
വേണ്ട അമ്മേ. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ദീപേച്ചിയെ ഈശ്വരൻ ഇങ്ങനെ ശിക്ഷിക്കുകയല്ലേ? ദൈവത്തെ വിളിക്കാൻ പോലും ഞാൻ മറന്നുപോവുക. അങ്ങനെ ഒന്നും പറയണ്ട മോളെ. പണ്ടുള്ളവർ പറയുന്നത് പോലെ ഒരു കുന്നിന് ഒരു കുഴിയുണ്ട് മോളെ. അങ്ങനെ കരുതിയാൽ മതി. എന്നാലും അമ്മേ, എൻ്റെ ദീപേച്ചി ഇതെങ്ങനെ സഹിക്കും? നിങ്ങളെല്ലാവരും ആ കുട്ടിയോട് എപ്പോഴും വിളിച്ച് സംസാരിക്കണം. അവൾക്ക് നല്ല ഊർജം കൊടുക്കണം മോളെ. അച്ഛനോടും അമ്മയോടും ഒക്കെ പറയണം, കരഞ്ഞു വിഷമിച്ചിരിക്കാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന്. സുമിത്രയുടെ ഓരോ വാചകങ്ങളും ലക്ഷ്മിക്ക് ആശ്വാസമായിരുന്നു. തൻ്റെ അമ്മയുടെ അത്ര വിദ്യാഭ്യാസമില്ലെങ്കിലും ഏട്ടൻ്റെ അമ്മയുടെ സംസാര രീതി അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മേ, ഒരു കാര്യം കൂടി അമ്മയോട് പറയാനുണ്ട്. എന്താണ് മോളെ? അത് അമ്മേ, എനിക്ക് അത് പിന്നെ ഏട്ടൻ അടുത്ത് വരുമ്പോൾ ഓക്കാനിക്കാൻ തോന്നുവാണ്. ഇന്നലെ അതാണ് പെട്ടെന്ന് ഓക്കാനിച്ചത്. അവളുടെ പറച്ചിൽ കേട്ടതും സുമിത്ര ചിരിച്ചുപോയി. ഇത് പറയാനാണോ എൻ്റെ കുട്ടി ഇത്രയ്ക്ക് വിഷമിച്ചത്? അത് പിന്നെ അമ്മേ, സാരമില്ല. ചിലർക്ക് അങ്ങനെയാണ് മോളെ. 3-4 മാസം കഴിയുമ്പോൾ എല്ലാം മാറ്റം വരും. കടിഞ്ഞൂലല്ലേ, അതാണ്. ഇനി എന്ത് ചെയ്യും അമ്മേ? അവനോട് വരുമ്പോഴേ കുളിക്കാൻ പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പം കാണില്ല. അത് ശരിയാ അമ്മേ. ഇന്നലെ ഏട്ടൻ കുളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമില്ലായിരുന്നു. ഞാൻ വിജിയെ വിശേഷമായിട്ടിരുന്നപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാകുമായിരുന്നു. ശേഖരേട്ടൻ കുളത്തിൽ പോയി മുങ്ങി കുളിച്ചേ പിന്നെ ഉമ്മറത്തേക്ക് വരും. അത് പറഞ്ഞപ്പോൾ ലക്ഷ്മിയും ചിരിച്ചു. ആ മോളെ, വീട്ടിലോട്ടൊന്ന് വിളിക്ക്. അമ്മയോട് സംസാരിക്ക് കേട്ടോ. അവരുടെ നിർദ്ദേശപ്രകാരം ലക്ഷ്മി അപ്പോൾ തന്നെ അവളുടെ അമ്മയെ വിളിച്ചു. കാർത്തി, അവൾ തന്നെയാണോ ആള്? അവസാനം നമ്മൾ പുലിവാലി പിടിക്കുമോ? അതേ വൈശാഖേട്ടാ, ഒരു സംശയവുമില്ല. ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. എങ്കിലൊന്നു പോയി നോക്കാമല്ലേ? ചുമ്മാ മുട്ടി നോക്കാം. ഏട്ടൻ വാ. ഇവളെയൊക്കെ എടുത്തു പഞ്ഞിക്കിടാൻ ആളില്ലാതെ പോയി. ഏട്ടാ, അവളുടെ കെട്ടിയോൻ ഗൾഫിലാണ്. അയാളെ അവൾ ഇങ്ങോട്ട് വരുത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയാൾ വന്നാൽ ഇവക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ, അതാണ്. ഇപ്പോഴത്തെ കാലം പോയ പോക്കേ, കെട്ടാൻ തന്നെ പേടിയാവുക. ഓ, ഇവളൊരുത്തി കാരണം ലോകത്തുള്ള പെണ്ണുങ്ങളെല്ലാം എന്തു പിഴച്ചു? പോകാൻ പറയടാ ഇവളോട്. അതൊക്കെ ശരിയാ ഏട്ടാ, ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ചെറിയ ഹൗസിംഗ് കോളനിയിലേക്കായിരുന്നു വൈശാഖിൻ്റെ ബൈക്ക് പോയത്. എല്ലാ വീടുകളും അടഞ്ഞു കിടക്കുകയാണെന്ന് കാർത്തി പറഞ്ഞു. എല്ലാവരും ജോലിക്കാരായിരിക്കും, അതാണ്, വൈശാഖൻ മറുപടി കൊടുത്തു. രുദ്രാക്ഷം എന്നെഴുതിയ ഒരു വാർക്ക വീടിൻ്റെ മുന്നിലാണ് കാർത്തിയുടെ നിർദ്ദേശപ്രകാരം വൈശാഖൻ ബൈക്ക് നിർത്തിയത്. ഇവിടെ ആരുമില്ലാത്ത ലക്ഷണമാണല്ലോ. ഏയ് അല്ല, അവളിവിടെ ഉണ്ട് ഏട്ടാ. വാ, നമുക്ക് നോക്കാം. കാർത്തി ഗേറ്റ് തുറന്നപ്പോൾ രണ്ടാളും കൂടി അകത്തേക്ക് പ്രവേശിച്ചു. ഡോർ ബെല്ലടിച്ചിട്ടും രണ്ടാളും കൂടി വാതിൽക്കൽ വെയിറ്റ് ചെയ്തു. കുറച്ചു സമയം കഴിഞ്ഞതും വാതിൽ തുറക്കപ്പെട്ടു. ഇളം റോസ് നിറമുള്ള ഒരു ടോപ്പും വൈറ്റ് ലെഗിനും ധരിച്ചൊരു അതിസുന്ദരിയായ യുവതി വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ആരാ? എന്തു വേണം? ഹേമ മാഡം അല്ലേ? കാർത്തിക് ചോദിച്ചു. അതെ മാഡം, ഞങ്ങൾ കുറച്ച് തെക്കുന്നാണ് വരുന്നത്. ഒരാൾ പറഞ്ഞിട്ട് മാഡത്തിനെ കാണാൻ വന്നതാണ്. ആര് പറഞ്ഞിട്ട്? എന്നെയോ? എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ. മാഡം, ഞങ്ങൾ അതൊക്കെ വിശദമായി പറയാം. പക്ഷേ ഇവിടെ ഇങ്ങനെ നിന്ന് സംസാരിക്കുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ ഞങ്ങളെ അകത്തേക്കൊന്ന് ക്ഷണിക്കുമോ? വൈശാഖൻ വിനയത്തോടെയാണ് ചോദിച്ചത്. അവൾ ഒരു നിമിഷം അവരെ രണ്ടാളെയും നോക്കി. മാഡം, ഞങ്ങളെ അവിശ്വസിക്കേണ്ട പ്ലീസ്. വൈശാഖൻ്റെ അഭിനയം ഒന്നാം തരമാണെന്ന് കാർത്തി ഓർത്തു. ഓക്കെ, കയറി വരൂ. അവൾ പറയേണ്ട താമസം രണ്ടാളും കൂടി അകത്തേക്ക് കയറി. ശീതീകരിച്ച സ്വീകരണമുറിയായിരുന്നു അത്. ഹേമയുടെയും ഭർത്താവിൻ്റെയും വിവാഹ ഫോട്ടോ ചുവരിലുണ്ട്. ഒരുപാട് നാളായിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട്. നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. മനസ്സിലാക്കിത്തരാം മാഡം, വെയിറ്റ്. വൈശാഖൻ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോ കൈയെത്തി പിടിച്ചെടുത്തു. താൻ എന്താടായി കാണിക്കുന്നത്? അതവിടെ വെക്കടോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ വൈശാഖൻ്റെ കോളറിൽ കയറി പിടിച്ചു. ചി, വിടടി. നിന്നെ പോലെ ഉള്ളവൾ ഒക്കെ എന്നെ പിടിച്ചാലുണ്ടല്ലോ, പിന്നെ ഗംഗാനദിയിൽ പോയി മുങ്ങിക്കുളിക്കണം. അവൻ ദേഷ്യപ്പെട്ടു. നീ ആരാടാ? നിനക്കെന്ത് വേണം? ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്നും. അപ്പോഴേക്കും അവളുടെ ഭാവമൊക്കെ മാറി. അയ്യോ, പോകാൻ തന്നെയാടി വന്നത്, അല്ലാതെ നിന്റെ കൂടെ കിടക്കാനൊന്നുമല്ല. അതിനൊക്കെ നീ നിന്റെ തരപ്പടിക്കാരെ നോക്കിയാൽ മതി. അവൻ പുച്ഛിച്ചു ചിരിച്ചു. എടാ, നിന്നെ ഞാൻ. അവൾ വീണ്ടും അവൻ്റെ കോളറിൽ പിടിച്ചു. ഇത്തവണ വൈശാഖൻ തിരികെ അവളുടെ കയ്യിൽ പിടിച്ചു. വേദന കൊണ്ട് അവൾ പുളഞ്ഞു. എന്താടി നീ കിടന്ന് പോകുന്നത്? നിന്നോട് മാന്യമായ രീതിയിൽ പെരുമാറിയപ്പോൾ നീ തലയിൽ കയറി നിരങ്ങുവാണല്ലേ? അവൻ്റെ പിടുത്തം ഒന്നുകൂടി മുറുകി. കയ്യിൽ നിന്ന് വിടടാ, ഇല്ലെങ്കിൽ ഞാൻ ആളെ വിളിച്ചു കൂട്ടും. വിളിക്കടി, നീ ആളെ വിളിക്കടി. ഞാൻ പറയാം എല്ലാവരോടും നിന്റെ വിശേഷം. നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാവരെയും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ എല്ലാവരും ഇങ്ങെത്തും.
വൈശാഖൻ അത് പറയുകയും അവൾ ഒന്ന് ഞെട്ടി. എടാ, നീ ആരോടാ കളിക്കുന്നതെന്ന് നിനക്കറിയാമോ? ഉള്ളിലുണ്ടായ പരിഭ്രമം മറച്ചു വെച്ചിട്ട് അവൾ വൈശാഖനെ നേരിട്ട്. പിന്നെ അറിയാതെ, നിന്നെക്കുറിച്ചുള്ള സകല വിവരങ്ങളും അറിഞ്ഞിട്ടാണടി ഞാനും വന്നത്. അവൻ അവളുടെ കൈ വിട്ടിട്ട് വാഷ് ബേസിന്റെ അരികിലേക്ക് പോയി. കൈ നന്നായി കഴുകിയിട്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നത്. നിന്നെ തൊട്ടാൽ അറയ്ക്കണം, അതുകൊണ്ടാണ് കൈ കഴുകിയത്. ആ, പിന്നെ നീ എന്നാ ചോദിച്ചത്? ആരോടാ കളിക്കുന്നതെന്ന് അറിയാമോ എന്നല്ലേ? വൈശാഖൻ അവളുടെ മുന്നിൽ വന്നു നിന്നു. കാണാൻ കൊള്ളാവുന്നതും കാശുള്ളതുമായ ആണുങ്ങൾ നിനക്കെന്നും ഒരു ഹോബിയാണല്ലോ. അവരെ മയക്കിയെടുത്തിട്ട് നീ നിന്റെ വീട്ടിലെത്തിക്കും. എന്നിട്ട് അവരുമായി ബന്ധം സ്ഥാപിക്കും. കുറച്ച് ഫോട്ടോസ് എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യും. പിന്നീട് അവർ നിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാകും. അവരുടെ പോക്കറ്റ് കാലിയായി കഴിഞ്ഞാൽ നീ അവരെ കറിവേപ്പിലയാക്കും. ശരിയല്ലേടി? യു ബ്ലഡി. അവൾ പല്ലിറുമ്മി. പാ, നിർത്തടി. ആരെയാടി നീ പേടിപ്പിക്കുന്നത്? എടാ, നീ ആരാടാ? വീട്ടിൽ വന്നു കയറി ആളെ പേടിപ്പിക്കുന്നു. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അറിയാടി. നിന്നെക്കുറിച്ച് സകല വിവരങ്ങളും അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ദേ, ആ ഇരിക്കുന്ന മനുഷ്യൻ ഇത് വല്ലതും അറിയുന്നുണ്ടോടി? ആ പാവം മനുഷ്യൻ. നിന്റെ മാദക സൗന്ദര്യം ഉടയാതെ നോക്കുവാനായി അയാൾ അങ്ങ് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുക അല്ലേടി പുല്ലേ? അയാളുടെ പണം പോരെ നിനക്ക്? എടാ, നീ എന്നെ എന്നാ ചെയ്യും? പറയടി. എല്ലാ ആണുങ്ങളെയും നീ ഒരുപോലെ കാണല്ലേ? നിന്റെ ഭർത്താവിന്റെ ആ പാവം അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരട്ടെ. ആ പാവം മാധവമേനോനും ശാന്താദേവിയും. അല്പസമയത്തിനുള്ളിൽ എത്താം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവർ വന്നിട്ട് ഇതിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. അവരുടെ പേര് കേട്ടതും അവൾക്ക് വീണ്ടും ഒരു ഞെട്ടലുണ്ടായി. ഇവന്മാർ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് അവൾക്ക് തോന്നി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് പറ. അവളുടെ ശബ്ദം ഒന്ന് മയപ്പെട്ടു. ഓ, ഇപ്പോൾ അങ്ങനെയായോ? അങ്ങനെയല്ലല്ലോ ഇത്രയും നേരം പറഞ്ഞത്. നിങ്ങൾ വന്നതെന്തിനാണെന്ന് പറയ്, എന്നിട്ടല്ലേ ബാക്കി. അതൊക്കെ പറയാം, പക്ഷേ ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്താണ് അറിയാനുള്ളത്? ചോദിച്ചിട്ട് വേഗം പോകാൻ നോക്കൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാകാം. നിങ്ങളുടെ പേര് പറഞ്ഞില്ലല്ലോ. ആദ്യം പേര് പറയൂ. ഹേമ വൈശാഖനെ നോക്കി. എൻ്റെ പേര് അനൂപ്. ഇതെൻ്റെ ഫ്രണ്ടാണ് നീരജ്. അവൻ ഒട്ടും പതറാതെയാണ് പറഞ്ഞത്. ഓക്കെ മാഡം, ഞാൻ ഡയറക്റ്റായിട്ട് കാര്യം പറയാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുമായി നിങ്ങളെ പല സ്ഥലങ്ങളിലും കണ്ടു. അത് ചോദ്യം ചെയ്ത അയാളുടെ വൈഫുമായിട്ട് അവർ തമ്മിൽ വഴക്കുണ്ടാക്കി. ആ സ്ത്രീ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് വരെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. വൈശാഖനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ കേട്ട് ഹേമയുടെ കണ്ണു മിഴിഞ്ഞു. വാട്ട്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് എനിക്കറിയാം. അയാളെയും നിങ്ങൾക്ക് മനസ്സിലായി. അയാളെ കറക്കിയെടുത്ത സ്ത്രീ നിങ്ങളാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്റെ അടുത്ത് വന്നത്. ഹേമ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം തകർത്തിട്ട് നിനക്ക് എന്താടി വേണ്ടത്? നിന്നെപ്പോലെയുള്ള സ്ത്രീകൾ കാരണം എത്രയൊക്കെ ജീവിതങ്ങളാണ് വഴിയാധാരമാകുന്നത് അറിയാമോടി നിനക്ക്? അവൻ കാർത്തിയുടെ നേരെ തിരിഞ്ഞു. നീരജ്, നീ ഇവളുടെ അമ്മായിയപ്പനെയും അമ്മയെയും വിളിച്ചോ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ? ഇല്ല ഏട്ടാ, ഇവിടെ വന്നിട്ട് വിളിക്കാമെന്നല്ലേ ഏട്ടൻ പറഞ്ഞത്. ഓ, അത് ശരിയാ, ഞാനത് മറന്നു. മിസ്റ്റർ അനു, പ്ലീസ് അവരെ വിളിക്കരുത്. എന്തോ? മേഡം വല്ലതും പറഞ്ഞോ? അവരെ വിളിക്കേണ്ടേ? അവരെ വിളിക്കണ്ട. ഓക്കെ, വിളിക്കാതിരിക്കാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം. പറ്റുമോ? വൈശാഖൻ അവളെ നോക്കി. എന്താണ്? പറയ്. അവൾ ഒന്ന് അയഞ്ഞതായി അവന് തോന്നി. വൈശാഖൻ അവളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ സമ്മതം മൂളിയത്. അപ്പോൾ തന്നെ അവൻ അവളെക്കൊണ്ട് രാജീവന്റെ ഫോണിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ ശരി, ഞങ്ങൾ ഇറങ്ങുവാണ്. പറഞ്ഞ സമയത്ത് വീണ്ടും കാണാം കേട്ടോ. വൈശാഖനും കാർത്തിയും വേഗം പുറത്തേക്കിറങ്ങി ബൈക്ക് ഓടിച്ചുപോയി. അവൾ ചതിക്കുമോ ഏട്ടാ? അതോ പറഞ്ഞതുപോലെ കേൾക്കുമോ? കാർത്തിക് തന്റെ സംശയം മറച്ചു വെച്ചില്ല. ഇല്ലടാ, അവൾ ആരോടും ഒന്നും പറയില്ല, നീ നോക്കിക്കോ. ഏട്ടാ, രശ്മിക്ക് ഇത് വല്ലതും അറിയാമോ? ഞാൻ ആരോടും പറഞ്ഞില്ലടാ. തൽക്കാലം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അതല്ലേ നല്ലത്. അത് ഞാൻ അങ്ങോട്ട് പറയണം എന്നോർത്ത് ഇരിക്കുവായിരുന്നു. നീ ഇവിടെ ഇറങ്ങുവാണോ അതോ? ഇന്ന് കോളേജ് ഇല്ലാലോ. ഇല്ല ഏട്ടാ, ഇന്ന് അവധിയാണ്. ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാം. അവൻ പറഞ്ഞ സ്ഥലത്ത് അവനെ ഇറക്കിയിട്ട് വൈശാഖൻ നേരെ ബൈക്ക് ഓടിച്ചു പോയി. രാജീവനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് അവനൊരു ശുഭപ്രതീക്ഷ തോന്നി. കുറേ ദൂരം ചെന്നപ്പോൾ വഴിവെക്കിൽ ഒരാൾ മാതള നാരങ്ങയും നാടൻ നെല്ലിക്കയും വിൽക്കുന്നത് അവൻ കണ്ടു. കുറച്ചു മേടിക്കാം, ലക്ഷ്മിക്ക് കൊടുക്കാം. ഇതൊക്കെ നല്ലതാണ് അവൾക്ക് കഴിക്കാൻ. അങ്ങനെ അവയെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിലെത്തിയപ്പോൾ ഉച്ചയായിരുന്നു. നല്ല വെയിലുള്ളതുകൊണ്ട് അമ്മ വറ്റൽമുളകും മല്ലിയും ഒക്കെ പായിൽ ഉണങ്ങാൻ വിരിച്ചിട്ടുണ്ട്. ലക്ഷ്മിയെ പുറത്തെങ്ങും കണ്ടില്ല. അമ്മ അടുക്കളയിലാണെന്ന് തോന്നുന്നു. അവൻ മുറിയിലേക്ക് കയറി. ലക്ഷ്മി, അവൻ വിളിച്ചു. മോനെ, ഞങ്ങളിവിടെയുണ്ട്, അടുക്കളയിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു. ആ,
ഇതെന്താ പരിപാടി? അവൻ അവിടേക്ക് കയറി ചെന്നു. അമ്മ എണ്ണ മുറുക്കുക, എനിക്ക് തലവേദന ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അല്ല മോളെ, ഈ സമയത്ത് നല്ല കാച്ചെണ്ണ തേച്ചാൽ മുടിയൊക്കെ ധാരാളം ഉണ്ടാവും. പ്രസവമൊക്കെ കഴിയുമ്പോൾ നല്ല കറുകറുത്ത പനങ്കുല പോലെയുള്ള മുടി വരും. സുമിത്ര കുറച്ചു മൈലാഞ്ചി ഇലയും കൈതൂന്നിയും കറ്റവാഴപ്പോളയും കറിവേപ്പിലയും ഒക്കെ എടുത്ത് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇതൊക്കെ നല്ല വശമാണ്. ഇനി ലക്ഷ്മി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്നു പറഞ്ഞുകൊണ്ട് അവൻ ലക്ഷ്മിയുടെ അരികത്തായി വന്നു നിന്നു. പെട്ടെന്ന് തന്നെ അവൾ ഓക്കാനിച്ചുകൊണ്ട് പുറത്തേക്കോടി. ദൈവമേ, ആ കുട്ടി എന്നോട് പറഞ്ഞതായിരുന്നു, പോയി കുളിക്കടാ നീ. സുമിത്ര പുറകെ ഓടി. മോളെ, ഷോ, ഞാനും അത് മറന്നുപോയി. അവർ അവളുടെ പുറന്തടവി. സാരമില്ലമ്മേ, മാറിക്കോളും. അവൾ വായും മുഖവും കഴുകി അകത്തേക്ക് കയറി. വൈശാഖൻ ആ സമയത്ത് കുളിക്കാൻ കുളത്തിലേക്ക് പോയിരുന്നു.